ഹലോ. ഉലകൻ നായകൻ കമൽഹാസൻ രാജ്യസഭ MP ആയി. അതേപ്പറ്റിയിട്ട് ഞാൻ മുന്നേ ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു കറക്ഷനുണ്ട്. അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനെ രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം. ആർട്സ്, സയൻസ്, ലിറ്ററേച്ചർ, സോഷ്യൽ സർവീസ് ഈ മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവരെ നോമിനേറ്റ് ചെയ്യാം. അത് കറക്റ്റാണ്, ആ ഇൻഫർമേഷനൊക്കെ കറക്റ്റാണ്. ബട്ട് ഈ തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ DMK പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അവർ കമൽഹാസനെ നോമിനേറ്റ് ചെയ്ത് അദ്ദേഹം MP ആയിട്ടുള്ളത്. അത് പ്രസിഡന്റിന്റെ നോമിനേഷനിൽ വരുന്നതല്ല. തമിഴ്നാട് DMK മുന്നണി അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് കമൽഹാസനെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഞാൻ പറഞ്ഞ പ്രസിഡന്റിന്റെ നോമിനേഷൻ പവർ ആ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. സോ ആ പാർട്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് റീപോസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു അധികാരം, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ഇന്ത്യൻ പ്രസിഡന്റിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 80 പ്രസിഡന്റിന്റെ ഈ ഒരു അധികാരത്തെ പറ്റി പറയുന്നത്. പ്രസിഡന്റിന് 12 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ഈ 12 അംഗങ്ങൾ ആരൊക്കെ ആവണം എന്ന് ഒരു ക്ലോസ് പറയുന്നത് 4 മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളിൽ നിന്നും. 4 മേഖലകൾ എന്ന് പറയുമ്പോൾ 1 ആർട്സ് കല, 2 ലിറ്ററേച്ചർ സാഹിത്യം, 3 സയൻസ് ശാസ്ത്രം, 4 സോഷ്യൽ സർവീസ് സാമൂഹ്യ സേവനം. അപ്പോൾ കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം ഈ 4 മേഖലകളിലും ഏതെങ്കിലും മേഖലകളിൽ നല്ല പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളെ ഇന്ത്യൻ പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ കമൽഹാസൻ രാജ്യസഭ MP ആണ്. രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭ സമ്മേളനം നടത്തുമ്പോൾ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഉപരാഷ്ട്രപതി ആബ്സെന്റ് ആകുന്ന സിറ്റുവേഷൻ, ഉപരാഷ്ട്രപതി ഇല്ലാത്ത സിറ്റുവേഷനിൽ, ചെയർമാൻ ഇല്ലാത്ത സമയത്ത് ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും രാജ്യസഭയുടെ അധ്യക്ഷത വഹിക്കുന്നത്. ഈ രാജ്യസഭയിൽ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ആബ്സെന്റ് ആയ ഒരു സിറ്റുവേഷനിൽ ഒരു നോമിനേറ്റഡ് MP ആദ്യമായിട്ട് രാജ്യസഭയെ അഡ്രസ്സ് ചെയ്യുകയുണ്ടായി, അധ്യക്ഷ സ്ഥാനത്ത് എത്തുകയുണ്ടായി. ആ നോമിനേറ്റഡ് MP ഒരു മലയാളിയാണ്. ഇപ്പൊ ചോദ്യം ഇതാണ്, രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് വന്ന ആദ്യത്തെ നോമിനേറ്റഡ് MP ആര്? ഷീ ഈസ് എ മലയാളി ആൻഡ് ഷീ ഈസ് നോൺ എസ് പയോളി എക്സ്പ്രസ്. ആൻസർ കമന്റ് ചെയ്യുമല്ലോ.